പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇതാ ഈശോ നിന്നോട് പറയുന്നു, നീ മരിച്ചവനാണ്, എന്നാൽ ഈ നിമിഷം മുതൽ നീ ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സങ്കടം അനുഗ്രഹമാക്കി കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. നീ ഒരുപക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്നാൽ നീ വിചാരിക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടമഷ്ട പീഡകൾ ഏറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനേ, മമ്മി ചൊല്ലി ആരാധിക്കുമേ. ജീവിതത്തിൽ വേദനകൾ ഏറിടുമ്പോൾ, കഷ്ടനഷ്ട പീഡകൾ ഏറിടുമ്പോൾ, പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗനാഥനേ, നന്ദി ചൊല്ലി ആരാധിക്കും. കൈകൾ ഉയർത്തി ആരാധിക്കാം, കൈകൾ അടിച്ച് ആരാധിക്കാം, പാടി മാലാഖമാരും ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരും ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. പരിശുദ്ധ പരമാധിവികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നായിമിലെ വിധവയുടെ അനുഭവമാണ് നമുക്ക് ഉള്ളത്. ജീവിതം പലപ്പോഴും ഒരു വിലാപയാത്രയാണ്. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടുന്നു. എല്ലാം തീർന്നുവെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധ അൽത്താര സഹോദര സഹോദരി നിന്നെ പഠിപ്പിക്കുന്നൊരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അസ്വസ്ഥപ്പെട്ടാലും ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയങ്ങളിൽ ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായ വിഷയങ്ങളിൽ ഇടപെടും. വിശ്വസിക്കുക. മനുഷ്യൻ്റെ പദ്ധതി അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കും. ഈശോയോട് പറഞ്ഞു പ്രാർത്ഥിക്കണം, ഈശോയെ, എൻ്റെ ജീവിതം പലപ്പോഴും ഞാൻ സ്വപ്നം കണ്ടതുപോലെയല്ല, ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല. ഒത്തിരിയേറെ തകർച്ചകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും അപ്രതീക്ഷിത സംഭവങ്ങളും കർത്താവെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എന്താണോ നിന്റെ ദുഃഖം, ആ ദുഃഖം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ വിഷയത്തിൽ കർത്താവ് അങ്ങ് ഇടപെടണമേ. ഈശോയെ, ഈ വിഷയത്തിൽ കർത്താവ് അങ്ങ് ഇടപെടണമേ. ഏതാണോ നീ ദുഃഖം, ആ ദുഃഖം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ കർത്താവ് തിരിച്ചു നൽകും. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ രോഗപീഠകളാവും. രോഗം, അപ്രതീക്ഷിതമായുണ്ടായ ചില രോഗപീഠകൾ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചെന്ന് കരുതുന്ന കാര്യങ്ങൾ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, കിടപ്പിലായ അവസ്ഥ. ചില രോഗികളൊക്കെ വീട്ടുകളിൽ ആശുപത്രി കിടക്കയിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതി നീ നിന്നെ തന്നെ അവസാനിപ്പിക്കാൻ വരട്ടെ. കർത്താവ് ഇടപെടാൻ നീ അവസരം കൊടുക്ക്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പറ, ഈശോയെ, ഇതാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. മാനസികമായി വലിയ ദുഃഖവും ഭാരവും അനുഭവിക്കുന്നവരുണ്ട്. മാനസികമായി വലിയ ദുഃഖവും ഭാരവും. ചില ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് പിന്നീട് മനസ്സ് മടുത്ത് ജീവിതം തന്നെ മടുത്തവരുണ്ട്. ഇത്രയധികം ഞാൻ സ്നേഹിച്ചിട്ടും മറ്റുള്ളവർ എന്നെ പരിഗണിച്ചില്ലല്ലോ, എന്നെ സ്നേഹിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്.
എന്തിനാണ് എൻ്റെ ജീവിതമെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കും. കർത്താവ് പറയുന്നു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നീ ഇങ്ങനെ സങ്കടപ്പെട്ടും വിലാപയാത്രയിൽ പങ്കെടുത്തും മാത്രം ജീവിച്ചാൽ പോരാ. നിന്നെ കർത്താവ് ഇതാ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ. വിചാരിച്ചതുപോലത്തെ ഒരു വിവാഹ ജീവിതമല്ല, സ്വപ്നം കണ്ടതൊന്നുമല്ല എൻ്റെ ജീവിതം. കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഇനി എന്തു ചെയ്യും? ഈശോയെ, നീ പുതുക്കി പണിയണമേ. നഷ്ടപ്പെട്ട സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. നഷ്ടപ്പെട്ട ബന്ധം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. സ്നേഹത്തിൽ ഞങ്ങളെ പുതുക്കി പണിയണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, കർത്താവ് തന്നതല്ലേ മക്കൾ, ആ മക്കളെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിദേശത്ത് ജോലിക്കും പഠനത്തിനൊക്കെ ആയിട്ട് പോയിട്ടുള്ള മക്കളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിലുണ്ട്. മക്കളുടെ അനുസരണക്കേട്, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, ഞങ്ങളെയൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതാ ഈശോ പറയുന്നു, വിഷമിക്കണ്ട, ഈ മക്കളെ കർത്താവ് തിരിച്ചു നൽകും. നീ വിശ്വസിക്കുക. ആ മക്കളിൽ വചനത്തിൻ്റെ അഭിഷേകം കടന്നു ചെല്ലും. മരിച്ചവൻ എഴുന്നേറ്റിരുന്നത് പോലെ നിന്റെ മകനും മകളും വീണ്ടും തിരിച്ചു വരും. അതേത് അനുഭവത്തിലൂടെയാണെങ്കിലും കർത്താവ് തിരിച്ചു നൽകും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. തെറ്റായ സ്നേഹബന്ധത്തിലാണ് മക്കൾ കഴിയുന്നത്. ആ വിഷയത്തോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ, വിഷമിക്കണ്ടെന്ന്. കർത്താവ് തിരിച്ചു നൽകും. കർത്താവ് പുതുക്കിപ്പണിയും. നഷ്ടപ്പെട്ട അനുഭവങ്ങളെ കർത്താവ് ക്രമീകരിക്കും. നീ വിശ്വസിക്കുക. ഈ ഭൂമിയിലെ അനേക കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീട് പണിയോട് ബന്ധപ്പെട്ടാവാം, സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടാവാം, ഒരു വഴി പ്രശ്നത്തോട് ബന്ധപ്പെട്ടാവാം, അങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങൾ. കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു നൽകും. അർഹിച്ചതുപോലെ കുടുംബത്തിൽ നിന്ന് വീതം വെപ്പിനോട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ടെന്ന് കർത്താവ് ക്രമീകരിക്കും. ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാത്തത് കർത്താവ് നിനക്ക് സ്വർഗത്തിൽ ഉറപ്പിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇതാ ഈശോയെ, ഞാനും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ. കർത്താവെ, എൻ്റെ ജീവിതത്തെ അങ്ങ് തൊടണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് യേശുവിൽ നീ വിശ്വസിക്കണം. മരിച്ചവനെ, നീ ഉണർന്നെഴുന്നേൽക്കുക. ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുന്നു. ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെടുന്നു. അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഒരു പുതിയ വിഷയം കർത്താവ് നൽകുന്നു. കർത്താവ് നഷ്ടപ്പെട്ട മേഖലകളെ കർത്താവ് വീണ്ടെടുക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിന്റെ മേലുണ്ട്. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ആ വിഷയത്തിൽ കർത്താവ് ആ വിഷയത്തിൽ അടഞ്ഞ അധ്യായമെന്ന് കരുതി നീ മാറ്റിവെച്ചിരിക്കുന്ന കാര്യം കർത്താവ് തുറക്കും. നിനക്ക് വേണ്ടി കർത്താവ് പണിതുയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച്, രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇതാ നിന്റെ മേൽ കർത്താവിന്റെ പ്രകാശം വന്നു ചേരുന്നു. നീ വിശ്വസിക്കണം. കർത്താവ് ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ജോലി മേഖലയിലുമൊക്കെ ആത്മീയ മേഖലയിലുമൊക്കെ കർത്താവ് അതിശക്തമായ കൃപ ചൊരിയുന്നു. ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ മേഖലയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേ നാളായി പ്രാർത്ഥനയില്ല. വല്ലാത്ത മടുപ്പ്, അസ്വസ്ഥത, ഓർക്കുന്തോറും ഭാരം. അപ്രകാരം മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്നൊക്കെ പുറകോട്ട് പോയ ഒരു വ്യക്തിയെ കർത്താവ് ദാ ഈ ശുശ്രൂഷ സമയത്ത് തീ കത്തിക്കുന്നത് പോലെ, ഹൃദയത്തിൽ ഇങ്ങനെ തീ കത്തിക്കുന്നത് പോലെ കർത്താവ്
ഈ സമയത്ത് വീണ്ടും ഇതാ എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഇതാ ആ വ്യക്തിയിൽ വെളിപ്പെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ സന്ദേശം ഈ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും ഇത് നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഭാര്യയെ, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാവില്ല, വിഫലമാവില്ല. നിന്റെ പ്രാർത്ഥനകളാണ് നിന്റെ കുടുംബത്തെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. കർത്താവ് സഹോദരന്റെ കണ്ണുനീര് കണ്ട് നഷ്ടപ്പെട്ട ദൈവം തിരിച്ചു നൽകും. സഹോദരൻ വിചാരിക്കാത്ത ദൈവീക പ്രവർത്തികൾ ഹബക്കൂക്ക് 1:5 ഇതിൽ സംഭവിക്കും. ദൈവം ഇടപെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്യാൻസർ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വല്ലാണ്ട് ഭാരം, ജീവിതം തീർന്നോ എന്ന് ചിന്തിക്കുന്ന സഹോദരി വിഷമിക്കണ്ടെന്ന് കർത്താവ് സഹോദരിയിൽ ഇടപെടും. കർത്താവ് സഹോദരിയിൽ ഇടപെടും. നിർജീവ കോശങ്ങളെ കർത്താവ് ജീവൻ നൽകും. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ ആവാം, മറ്റു പലതരത്തിലുള്ള രോഗപീഠകളാവാം. വിഷമിക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. ഈ സന്ദേശം എനിക്കുള്ളതാണെന്ന് ഏറ്റെടുക്കണം. ഇതെന്നിൽ സംഭവിക്കട്ടെ. വിദേശത്ത് ജോലിയുണ്ടായിരുന്നു, നാട്ടിലെത്തി, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ജോലി ഭാരം, ഇനി എന്തു ചെയ്യും? വിഷമിക്കണ്ട, നീ കാണാത്തൊരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നടക്കാൻ ബുദ്ധിമുട്ട്, വല്ലാത്ത ഭാരം, വല്ലാത്ത വിഷമം, ഈ വേദന നിന്റെ കുടുംബത്തില് മക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നീ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കിക്കോളൂ. ഈ വേദന ഒരു അനുഗ്രഹമായിട്ട് മാറും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതിൽ നീ അവസാനമല്ല, ഇത് നിനക്ക് അവസാനമല്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സകലത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ചോ. ഇന്ന് ഈ വചനം കേൾക്കാൻ നീ വന്നത് അവിചാരിതമായിട്ട് വന്നതല്ല. ഞാൻ ദിവസവും പങ്കെടുക്കുന്നു, ഇന്നും പങ്കെടുത്തു, അങ്ങനെയല്ല. മറിച്ച് ഇത് കർത്താവ് നിന്നോട് സംസാരിച്ചതാണ്. യെസ്, മുട്ടുകുത്തിക്ക് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ഞാനിത് ഏറ്റെടുക്കുന്നു കർത്താവേ. ഇതെൻ്റെ ജീവിതത്തിലാണ്. നായീമിലെ വിധവ അതെൻ്റെ ജീവിതമാണ്. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് അങ്ങ് പുതുക്കിപ്പണിയും. യെസ്, എത്ര വയസ്സ് പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അതങ്ങ് വിശ്വസിച്ചോ. എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ അതങ്ങ് വിശ്വസിച്ചോ. ദൈവം ഒരു വഴി തുറക്കും. അടഞ്ഞ വഴി ദൈവം തുറക്കും. യെശയ്യാ 22:22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവനടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. വിശ്വസിക്ക്. യെസ്, ഐ ബിലീവ് ഇൻ മൈ ഗോഡ് ഹു സേവ്സ് മീ ഫ്രം മൈ ട്രബിൾ. എൻ്റെ ഇന്നത്തെ ഈ ട്രബിൾ, എൻ്റെ ഈ പ്രശ്നത്തെ കർത്താവ് ഒരു വഴി തുറന്ന് അനുഗ്രഹിക്കും. ഭാരപ്പെടണ്ട. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും